RCB ഇന്ന് പഞ്ചാബിനെ പരാജയപ്പെടുത്തി അവരുടെ 5ാമത്തെ ജയം ഈ പറയുന്ന പോലെ നേടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ അവർ മൂന്നാം സ്ഥാനത്തിലോട്ട് കയറിയിട്ടുമുണ്ട്. RCB ഏകദേശം ഇത്തവണത്തെ പ്ലേ ഓഫ് ഒക്കെ ഉറപ്പിക്കുന്ന ഒരു മട്ടൊക്കെ തന്നെ നമുക്ക് കാണുന്നുണ്ട്. എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, അടുത്ത മത്സരത്തിൽ RCB തോക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളുണ്ട്. നിങ്ങൾ RCB ഫാൻസിന് ഒരുപക്ഷെ നിങ്ങൾ സമ്മതിക്കത്തില്ലായിരിക്കാം. ഞാനും ഈ പറയുന്ന പോലെ മറ്റുള്ള ഒരു ലൂപ്പ് ഹോളോ കാര്യങ്ങളോ ഒന്നും കണ്ടുപിടിച്ചിട്ട് ഒന്നുമല്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, കാരണം അതൊരു ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഊഹം തന്നെയാണ്, പക്ഷെ അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ RCB തോക്കും. അതിന് പ്രധാനമായിട്ടും ഞാനത് ഉറപ്പിക്കാനായിട്ടുള്ള 2 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാൻ വേണം പറയാം. മറ്റൊരു റീസൺ നിങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങൾ RCB ഫാൻസ് അല്ലേ, നിങ്ങൾ ലോയൽ ഫാൻസ് എന്ന് പറയുന്നല്ലേ, നിങ്ങൾക്കൊരു ചലഞ്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. നമുക്കൊക്കെയും വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കത് ഈ പറയുന്ന പോലെ ഈ മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അടുത്ത മത്സരത്തിൽ RCB തോക്കുമെന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ രേഖപ്പെടുത്തൂ. അപ്പം ഞാൻ ഉദ്ദേശിച്ച കാരണം തന്നെ ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ ഞാനത് പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അത് ശരിയാണെങ്കിൽ RCB അടുത്ത മത്സരം തോൽക്കും. ഒരു കാരണം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത മത്സരം നടക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണെന്നുള്ളതാണ്. കാരണം ഈ 3 മത്സരത്തിലും ചിന്നസ്വാമി നടന്ന ഹോം ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള 3 മത്സരങ്ങളിലും ബാംഗ്ലൂർ പരാജയപ്പെട്ടു. അപ്പം അതാണ് എന്നെ ഒന്നാമത്തെ എന്നല്ല, എന്നെ ചെറുതായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു റീസൺ കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അതോടെ ആലോചിച്ചപ്പോൾ. അപ്പൊ ചിന്നസ്വാമിയിൽ നടക്കുന്ന അടുത്ത മത്സരം രാജസ്ഥാനുമായിട്ടാണ് അടുത്ത മത്സരം വരുന്നത് RCB. അങ്ങനെ വരുമ്പോൾ അടുത്ത മത്സരത്തിൽ RCB ജയിച്ചില്ലെങ്കിൽ അത് വലിയൊരു നാണക്കെട്ടിലോട്ട് പോകും. പക്ഷെ RCB തോക്കുമെന്ന് പറയാനായിട്ട് കാരണം അതൊന്നുമല്ല, അതൊരു ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കാരണം തന്നെയാണ്, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCB ജയിക്കുന്നില്ല, പക്ഷെ എവേ മാച്ചുകളിൽ എത്ര ബ്രില്യന്റ് ആയിട്ടാണ് RCB മത്സരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ പഞ്ചാബായിട്ടുള്ള മത്സരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് 157 എന്നുള്ളൊരു ടോട്ടൽ 18.5 ഈ പറയുന്ന ബോളിൽ വലിയ ഹറിബറി ഒന്നും അല്ലാണ്ട് വളരെ സാവധാനം നിന്നിട്ട് ഈ പറയുന്ന പോലെ അവർ സിമ്പിൾ ആയിട്ട് തന്നെ 3 വിക്കറ്റേ പോയിട്ടുള്ളൂ. അതായത് 7 വിക്കറ്റിൽ ഒരു വലിയ വിജയം തന്നെയാണ് RCB നേടിയിട്ടുള്ളത്. ഈ പറയുന്ന വിരാട് കോഹ്ലി അവിടെ ഈ പറയുന്ന പോലെ താളം കണ്ടെത്തി 73 റൺസാണ് 54 ബോളിൽ. 50 എന്ന് പറയുന്നത് ഒരു സ്ലോ 50 തന്നെയായിരുന്നു. 43 ബോളാണ് അദ്ദേഹം 50 നേടുന്നത്. പക്ഷെ അതിനുശേഷം കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് 135 എന്നുള്ളൊരു സ്ട്രൈക്ക് റേറ്റ് വന്നത്. 54 പന്തുകൾ കളിക്കുന്ന, അതായത് 9 ഓവറുകൾ കളിച്ച ഒരാള് ഈ പറയുന്ന 73 റൺസ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സ്ലോ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അത് മതിയായിരുന്നു, അതിന്റെ ആവശ്യമുള്ള, അല്ലാണ്ട് പ്രത്യേകിച്ച് ഈ ഹറിബറിയൊക്കെ കാണിച്ചു കൂട്ടി തിടുക്കം കാണിച്ച് തിരുത്തി കാണിച്ച് മത്സരം കളയുന്നതിനേക്കാൾ നല്ലത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ വിജയിക്കുന്നത് തന്നെയാണ്. പിന്നെ ദേവദത്ത് പടിക്കൽ 61 റൺസ് 35 ബോളിൽ 61 റൺസ് നേടി. അത് കുറച്ചുകൂടെ ഈ പറയുന്ന RCBയുടെ വിജയം എളുപ്പമാക്കി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എവേ മാച്ചുകളിൽ അതിപ്പം എവിടെ ആണെങ്കിലും 6 തട്ടകത്തിലാണെങ്കിലും അവിടെ പോയിട്ട് വിജയം സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന RCBക്ക് എന്തുകൊണ്ടാണ് ചിന്നസ്വാമിയിൽ ഇങ്ങനൊരു തോൽവി വരുന്ന അറിയില്ല. RCB ഫാൻസ് ഒക്കെ അവിടെ പറഞ്ഞ ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ, ചിന്നസ്വാമിയിൽ ടോസ് കിട്ടുന്നവരാണ് വിജയിക്കുന്നത്, സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുന്നവരാണ് വിജയിക്കുന്നത്. ഈ മത്സരങ്ങളിലെല്ലാം RCBക്ക് ഈ പറഞ്ഞ ടോസ് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മളൊരു പിച്ചിൽ ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള പിച്ച് ആയിരിക്കണമെന്നില്ല. അപ്പം ഇപ്പൊ ടോസ് കിട്ടുന്നവരാണ് ജയിക്കുന്നെങ്കിൽ പിന്നെ കളി നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അതല്ല, നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയാൽ നമ്മൾ എവിടെയാണെങ്കിലും ജയിക്കാൻ പറ്റും. അപ്പം എത്ര വലിയ വെല്ലുവിളി ഉയർത്തുന്ന പിച്ചാണെങ്കിലും അവിടെ ജയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു മത്സരത്തിന്റെ ആ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്, ഒരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ മത്സരത്തിൽ തകർപ്പനായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് RCB നേടിയിട്ടുള്ളത്. അടുത്തൊരു മത്സരത്തിന്റെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, അടുത്തൊരു മത്സരം RCB തോൽക്കാനാണ് സാധ്യത എന്ന്. എന്തായാലും ആ മത്സരത്തിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ എന്തായാലും വീണ്ടും കാണാം.